നിങ്ങളുടെ ഫേസും ബോഡിയും എല്ലാം തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്ക് ഈ 3 പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ബോഡിയിൽ നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും TFM വാല്യൂ 75% എബോ ആയിട്ടുള്ള സോപ്പാണ് തന്നെയാണോ നിങ്ങൾ വാങ്ങണം നോക്കുക. അതിലായിരിക്കും സമ്മറിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ ടാൻ ആവുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയുള്ള ഒരു ബോഡി വാഷ് ആണെന്നുണ്ടെങ്കിൽ ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? വളരെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബോഡി പോളിഷിംഗ് റുട്ടീനെ പറ്റിയിട്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ബോഡി ആക്നി ഇഷ്യൂസ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ വലുതായിട്ട്, അതായത് നല്ല രീതിയിലുള്ള പിഗ്മെന്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണ് നിങ്ങൾക്കെങ്കിൽ, അതായത് സൺ ടാനും അല്ലെങ്കിൽ ബോഡി ടാനൊക്കെ ആയിട്ട് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടാവില്ല. നമുക്ക് ഇവിടെയൊക്കെ എന്താണ് ഒരു മാതിരി ഡാർക്ക് സ്കിൻ ടോൺ ആയിട്ടും അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കുറച്ച് ലൈറ്റർ സ്കിൻ ടോൺ ആയിരിക്കും. കാരണം നമ്മൾ ഓവറായിട്ട് എക്സ്പോസ് ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്പോഷർ ഉണ്ടാവാത്ത ഭാഗങ്ങളിലെല്ലാം തന്നെ ലൈറ്റർ സ്കിൻ ടോൺ ആയിട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്ക് ടാൻ ഒരുപാട് അഫക്റ്റ് ചെയ്തുകൊണ്ടാണ്. സോ അതെല്ലാം എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു DIY ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ DIYs എല്ലാം തന്നെ വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂവും അതിനനുസരിച്ചുള്ളതായിരിക്കണം. അതായത് ഇപ്പം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിഗ്മെന്റേഷൻ ഇല്ല, ചെറിയ രീതിയിലുള്ള സ്കിൻ ഡിഫറൻസ് അല്ലെങ്കിൽ സ്കിൻ കളർ ഡിഫറൻസേ ഉള്ളൂ, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സൺ ടാൻ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്ട്രോബെറി ലെഗ്സ് ആയിക്കോട്ടെ, ചെറുതായിട്ട് ഒരു സ്റ്റാർട്ടിംഗ് ലെവലിലാണ് കിടക്കുന്നത്, ഒരു ആവറേജ് ലെവലിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു 2 to 3 times യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരു അഡ്വേഴ്സ് സ്റ്റേജിലാണ് ഈ പ്രശ്നം കിടക്കുന്നതെന്ന് വെക്കുക. അതായത് ബോഡി പിഗ്മെന്റേഷൻ ആയിക്കോട്ടെ, നല്ല രീതിയിൽ ബോഡി പിഗ്മെന്റേഷൻ ഉണ്ട്, കുറേ വർഷമായിട്ട് ഈ ഒരു പ്രശ്നം കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, ഒന്നും ട്രൈ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ DIYന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. മോസ്റ്റ് ഓഫ് ദ ആളുകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കും ബോഡി പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ. അതും അല്ലാന്നുണ്ടെങ്കിൽ ബോഡി ടാൻ എന്ന് പറയുന്നത്. ഈ 3 പേര് പറഞ്ഞാലും അതിന് ഒരൊറ്റ അർത്ഥമുള്ളൂ കേട്ടോ. നമ്മുടെ സ്കിന്നിൽ, അതായത് നമ്മുടെ ഫേസിലുള്ള സ്കിൻ എന്ന് പറയുന്നത് ബോഡിയിലുള്ള സ്കിന്നെ കാട്ടിയിട്ട് നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടാവുക, സ്കിൻ ടോണിൽ ഡിഫറൻസ് ഉണ്ടാവുക. നമ്മുടെ ഫേസിലുള്ള സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റർ ആയിട്ടും ബോഡിയിലുള്ള സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്കർ ഷെയ്ഡ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫേസും ബോഡി എല്ലാം തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്ക് ഈ 3 പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. സോ അതിനുള്ള ഒരു റെമഡി എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങൾ ബോഡി പ്രോഡക്റ്റ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ബോഡി പ്രോഡക്റ്റിൽ ഈ ഇൻഗ്രീഡിയൻസ്, അതായത് ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, AHA, BHA പോലത്തെ ഇൻഗ്രീഡിയൻസ് ഉള്ളതാണോ നോക്കിയിട്ട് മാത്രം വാങ്ങാനായിട്ട് നോക്കുക. ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഒക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനുള്ള ഡിഫറൻസ് കിട്ടിയിരിക്കും കേട്ടോ. ഇത് ഞാൻ പറയുന്നത് അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ഉള്ള ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പം നിങ്ങൾ സോപ്പൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ഫേസ് വാഷ് അല്ലെങ്കിൽ ബോഡി വാഷ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫേസിൽ ഒരിക്കലും സോപ്പ് യൂസ് ചെയ്യരുത്. നിങ്ങൾ ഫേസ് വാഷ് തന്നെ ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ബോഡിയിൽ നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ടീയുടെ വാല്യൂ 75% എബോ ആയിട്ടുള്ള സോപ്പാണ് തന്നെയാണോ നിങ്ങൾ വാങ്ങണം നോക്കുക. അതിലായിരിക്കും ഫാറ്റി മാറ്റർ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കില്ല, ഇറിറ്റേറ്റ് ആക്കില്ല. അപ്പം നോർമലി ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ സോപ്പൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ സോപ്പ് ബോഡിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ TFMന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കി യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ സോപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സോപ്പ് കുറച്ച് കാലത്തേക്ക് ഒന്ന് നിർത്തിയിട്ട് അതിന് പകരം, അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്, ഒരു ബോഡി വാഷ് കൂടി ട്രൈ ചെയ്യാം. കാരണം ചില ആളുകൾക്ക് സോപ്പ് യൂസ് ചെയ്തിട്ട് കുളിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കാത്ത പോലെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബോഡി ലോഷന് അല്ലെങ്കിൽ ബോഡി വാഷിന് മുന്നായിട്ട് സോപ്പ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഈ ബോഡി വാഷിൽ ഈ ഇൻഗ്രീഡിയൻസ് ഉള്ളത് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ബോഡി സ്ക്രബ് ആയിക്കോട്ടെ, ബോഡി വാഷ് ആയിക്കോട്ടെ, ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ബോഡി വാഷിലൊക്കെ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ബോഡി വാഷ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അതായത് ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ ഉള്ളത്. ഇതിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് കെമിസ്റ്റ് അറ്റ് പ്ലെയിൻ്റെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ഉണ്ട്, 4% ലാക്റ്റിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ബോഡി വാഷ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബോഡി വൈസിൻ്റെ ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ബോഡി വാഷ് ഉണ്ട്, നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ്. ഡെർമോകോൻ്റെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ബോഡി വാഷ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അടുത്ത് കാണാൻ കഴിയുന്ന ഒരു പ്രോബ്ലമാണ് ബോഡി ആക്നി അല്ലെങ്കിൽ സ്ട്രോബെറി ലെഗ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക. അതായത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഷേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രോബെറി ലെഗ്സിൻ്റെ ഇഷ്യൂസ് വരും. ഈ ബോഡി ആക്നി ആണെങ്കിൽ ചില ആളുകൾക്ക് അത് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസിന് നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്? സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ്, അതായത് നമ്മുടെ കീ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഇൻഗ്രീഡിയൻറ്റ് അടങ്ങിയിട്ടുള്ള ബോഡി വാഷ് ആയിക്കോട്ടെ, ബോഡി സ്ക്രബ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും പെട്ടെന്ന് തന്നെ. ബോഡി പോളിഷിംഗ് റുട്ടീൻ തന്നെ മതിയാവും. അതല്ല, അത് പോരാതെ വരുന്ന സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ലേ, അഡ്വേഴ്സ് കേസുകളിൽ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ മതി.
ഓക്കെ. കാരണം നമ്മൾ ഈ ബോഡി പോളിഷിനൊക്കെ ആണെങ്കിൽ നമ്മൾ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഒക്കെ അല്ലേ ട്രൈ ചെയ്യുള്ളൂ. ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും ഉണ്ടാവും. ഇപ്പോൾ ബോഡി വൈസിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെർമക്കോൻ്റെ ആയിക്കോട്ടെ സാലിസിലിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ബോഡി വാഷ് ആണെങ്കിൽ അതിൽ വളരെ കുറവ് പെർസെൻറ്റേജ് സാലിസിലിക് ആസിഡ് ഉണ്ടാവുള്ളൂ അല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കൂടുതൽ പെർസെൻറ്റേജ് ഒന്നും ഉണ്ടാവില്ല. സോ റിസൾട്ട് കിട്ടാൻ നമ്മൾ എപ്പോഴും പോലെ അത്യാവശ്യം ടൈം എടുത്തുനിന്ന് വരും. നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് വളരെ ലൈറ്റ് കോൺസെൻട്രേഷനിലുള്ളത് മാത്രം യൂസ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ടൈം എത്ര പെട്ടെന്ന് അത് മാറുന്നുള്ളതും ഡിഫർ ചെയ്യും. ഒരു 1 month ഒക്കെ എന്തായാലും ടൈം എടുക്കും ഇതിനൊക്കെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾക്ക് ലൈറ്റർ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 month യൂസ് ചെയ്യുമ്പോഴേക്കും എന്തായാലും ഷുവർ ആയിട്ട് റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ബോഡി ആക്നി ഇഷ്യൂസ് അല്ലെങ്കിൽ സ്ട്രോബെറി ലെഗ്സ് ഉള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുക. ബോഡി വൈസിൻ്റെ നല്ലതാണ് സാലിസിലിക് ആസിഡ് ഉള്ളത്. അല്ലെങ്കിൽ സെക്കൻഡ് നല്ലതെന്ന് പറയുന്നത് ഡെർമക്കോൻ്റെ ഈ ഒരു സാലിസിലിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ബോഡി വാഷ് ആണ്. ഓക്കെ. ഇനി നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ സ്കിൻ ആണ് ഉള്ളത്, അല്ലെങ്കിൽ ബോഡി സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആണ്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ബോഡിയിലെല്ലാം തന്നെ ഇങ്ങനെ പൊടിയൊക്കെ ഇട്ട് കാണാൻ പറ്റും, വെള്ള പൊടിയായിട്ട് കാണാൻ പറ്റും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്കിന്നുള്ള പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സോപ്പിൽ TFM വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75% എബവ് ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി ഉള്ള സോപ്പ് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നല്ലൊരു ബോഡി ലോഷനും അതേപോലെ തന്നെ ഒരു ബോഡി വാഷും ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ അഡ്വേഴ്സ് സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ബോഡി വാഷ് യൂസ് ചെയ്യാം. ബോഡി ലോഷനിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര രീതിയിൽ നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ബോഡി ലോഷൻ തന്നെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഡ്രൈനെസ് പതിയെ കുറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള ബോഡി ലോഷനിലോട്ടും അല്ലെങ്കിൽ നോർമലായിട്ടുള്ള സോപ്പ് പോലത്തെ സാധനങ്ങളിലേക്കും തിരിച്ചു പോകാവുന്നതാണ്. സോ ആ ഒരു പ്രശ്നം തീരുന്ന വരെ ഇതൊന്ന് യൂസ് ചെയ്യാം, ബെറ്റർ ആയിട്ട് റിസൾട്ട് കിട്ടും. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞ പറ്റില്ല ബോഡി ആക്നി ഇഷ്യൂ, ബോഡി പിഗ്മെന്റേഷൻ, ബോഡി ടാൻ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ ഈ സമ്മറിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിൽ ടാൻ ആവുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയുള്ള ഒരു ബോഡി വാഷ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1% കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ബോഡി ലോഷൻ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കോജിക് ആസിഡ് അടങ്ങിയുള്ള ബോഡി ലോഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിൽ ആ ഒരു ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് പോലത്തെ ആക്റ്റീവ്സ് അല്ല, ഈ ആക്റ്റീവ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോജിക് ആസിഡ് കുറച്ച് താഴെയായിട്ട് നിൽക്കുക. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, AHA, BHA, ആൽഫ ആർബുറ്റിനൊക്കെയാണ്. കുറച്ചും കൂടി ലീസ്റ്റ് ആയിട്ട് വരും ഈ കോജിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. സോ ഇതൊരു ബേസിക് ആയിട്ടുള്ള ബോഡി വാഷിലൊക്കെ ആയിരിക്കും കോജിക് ആസിഡ് അടങ്ങിയിട്ടുണ്ടാവുക. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങളുടെ സൺ ടാൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പോയി വരുന്ന സമയത്ത് നമുക്ക് ബോഡി വാഷ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോജിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ബോഡി വാഷ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് അടങ്ങിയില്ല അല്ലെങ്കിൽ ആക്റ്റീവ്സ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് യൂസ് ചെയ്യാമെന്നുള്ളത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഏത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക, എന്നിട്ട് വാങ്ങാനായിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കെമിസ്റ്ററ്റ് പ്ലെയിൻ്റെ ബോഡി വാഷ് എന്ന് പറയുന്നത്. ഇതിൽ ലാക്ടിക് ആസിഡ് ആണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. 4% ലാക്ടിക് ആസിഡ്, സാലിസിലിക് ആസിഡ് ആൻഡ് വിറ്റാമിൻ ഇ ആണ് ഇതിലെ കീ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ആക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബോഡി ആക്നി, അൺഈവൻ സ്കിൻ ടോൺ, ബോഡി പിഗ്മെന്റേഷൻ ഇങ്ങനെ എല്ലാവിധ ഇഷ്യൂസിനും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു സിംഗിൾ പ്രോഡക്റ്റ് ആണ് ഇത്. നിങ്ങൾക്ക് ബോഡി പിഗ്മെന്റേഷൻ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക. അഥവാ വലിയ രീതിയിലുള്ള ബോഡി പിഗ്മെന്റേഷൻ ഇല്ല എന്നാലും ചെറിയ രീതിയിൽ ബോഡി പിഗ്മെന്റേഷൻ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ യെല്ലോ ബോട്ടിൽ ഉണ്ട്, സ്കിൻ ബ്രൈറ്റനിങ് ബോഡി വാഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ട്രൈ ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി എക്സ്ഫോലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബോഡി വാഷാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു ബോഡി പ്രോഡക്ട്സും അതുപോലെ ബോഡി പോളിഷിംഗ് റുട്ടീനും ഇതെല്ലാം ഫോളോ ചെയ്താൽ മാത്രം മതിയോ? അതിൻ്റെ കൂടെ ഒരു സിംഗിൾ സ്റ്റെപ്പ് എപ്പോഴും മറക്കാതെ ട്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെങ്കിലും നമ്മുടെ ഒരു ബോഡി പ്രോഡക്റ്റ് എന്ന രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റ് മാത്രം എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതൊരു ബോഡി ലോഷനാണ്. ഓക്കെ. നിങ്ങൾ സോപ്പ് യൂസ് ചെയ്തിട്ട് മറ്റെന്ത് വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ. പക്ഷേ ഒരിക്കലും ഈ ഒരു ബോഡി ലോഷൻ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. നമ്മൾ നമ്മുടെ ഫേസ് ശ്രദ്ധിക്കാൻ വേണ്ടി പല പ്രോഡക്റ്റും യൂസ് ചെയ്യില്ലേ? ബോഡി ശ്രദ്ധിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് സിംഗിൾ പ്രോഡക്റ്റ് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ബോഡി ലോഷൻ. ഈ ബോഡി ലോഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ക്ലൈമറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ സമ്മറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം ഹെവി ആയിട്ടുള്ള ബോഡി ലോഷൻസ് ഒന്നും അല്ലാതെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബോഡി ലോഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ വിന്റർ വരുന്ന സീസൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ സ്കിന്നിനെ കുറച്ചുകൂടി ഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബോഡി ലോഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ നമ്മൾ ക്ലൈമറ്റിനനുസരിച്ചിട്ടും നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടും ബോഡി ലോഷൻസ് എപ്പോഴാണെങ്കിലും, അതിപ്പോൾ ഏത് ബോഡി ലോഷൻ ആണെങ്കിലും ഇതിൻ്റെ സജഷൻസ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബോഡി ലോഷൻ ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരിക്കലും ബോഡി ലോഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നമ്മുടെ ബോഡി കെയർ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ ഈ സമ്മറിലൊക്കെ വരുന്ന സമയത്ത് ബോഡി ലോഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിൽ SPF 50 അടങ്ങിയുള്ള ബോഡി ലോഷൻസ് ആണോ നോക്കുക.
ഇനിയിപ്പോൾ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നോക്കാം. എപ്പോഴും പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതും SPF 50 അടങ്ങിയില്ല അല്ലെങ്കിൽ 60 അടങ്ങിയുള്ള ബോഡി സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. വിഷ് കെയറിന്റെ ബോഡി ലോഷനിൽ SPF 50 അടങ്ങിയിട്ടുണ്ട്. സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ സൺസ്കൂപ്പിന്റെ സൺസ്ക്രീൻ ഒക്കെ സ്പ്രേ ടൈപ്പ് സൺസ്ക്രീൻ ആണ്. അപ്പോൾ നമുക്ക് ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.